പെട്ര, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. ഇറാനിലുടനീളം ആക്രമണം തുടരുകയാണ് അമേരിക്ക. അറബ് മേഖലയിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനും തിരിച്ചടി തുടരുകയാണ്. കുവൈറ്റിലും ബഹ്റൈനിലും ആക്രമണം നടത്തി. ഇറാൻ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇറാനിലുടനീളം ആക്രമണം തുടരുകയാണ് അമേരിക്ക. ഗേഷം ദ്വീപിലുണ്ടായ സ്ഫോടനത്തിൽ വൻ നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ബന്ദർ അബ്ബാസിലും ചബഹറിലും ആക്രമണങ്ങളുണ്ടായി. അഹ്വാസ് ക്യാൻസർ ആശുപത്രിക്ക് സമീപവും ആക്രമണം നടന്നു. രാജ്യത്തിന്റെ ഓരോ ഇഞ്ചും സംരക്ഷിക്കണമെന്നാണ് ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് മസൂദ് പെഷൻസ്കിയാൻ പ്രതികരിച്ചത്. അതേസമയം അറബ് മേഖലയിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനും തിരിച്ചടി തുടരുകയാണ്. കുവൈറ്റിലും ബഹ്റൈനിലുമൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാൻ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിക്കുമെന്നാണ് ഇപ്പോൾ ബഹ്റൈൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണത്തെ അപലപിച്ച് UAEയും രംഗത്തു വന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ ഇറാനിയൻ തുറമുഖത്തേക്ക് നീങ്ങാൻ ശ്രമിച്ചൊരു എണ്ണക്കപ്പലിനെ ഹെൽഫയർ മിസൈലുകൾ ഉപയോഗിച്ച് പ്രവർത്തനരഹിതമാക്കിയതായി സൈന്യം അറിയിച്ചു. അതേസമയം റോമിൽ നടന്ന ചർച്ചകളെ തുടർന്ന് തെക്കൻ ലെബനനിൽ നിന്ന് പരിമിതമായ അളവിൽ ഇസ്രയേലി സൈന്യത്തെ പിൻവലിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളിൽ ലെബനനും ഇസ്രയേലും സമ്മതം അറിയിച്ചതായും US പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന US ആക്രമണത്തിൽ 35 പേർ മരിച്ചതായും 300 പേർക്ക് പരിക്കേറ്റതായും ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ സൗദിക്കും കുവൈറ്റിനും കൂടുതൽ ആയുധങ്ങൾ വിൽക്കാനാണ് അമേരിക്കൻ നീക്കം. സൗദി $1.96 ബില്യൺ ആയുധങ്ങളും കുവൈറ്റിനായി $484 മില്യൺ പ്രത്യേക വിമാന സംരക്ഷണ പാക്കേജിനും അമേരിക്ക അംഗീകാരം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പകലും ഇറാനെതിരെ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇറാൻ ഉപയോഗിക്കുന്ന ഹോർമുസ് കടലിടുക്കിലെ സൈനിക ശേഷി കൂടുതൽ ദുർബലപ്പെടുത്തുകയാണ് ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്നായിരുന്നു US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയതും. ഇറാന്റെ തീരദേശ സൈനിക കേന്ദ്രങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടതെന്നും വാണിജ്യ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന ഇറാന്റെ സൈനിക സംവിധാനങ്ങളെ തകർക്കുക എന്നതാണ് ലക്ഷ്യമെന്നും സെൻട്രൽ കമാൻഡ് അറിയിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ ആശങ്ക തുടരുന്ന സാഹചര്യത്തിൽ 4ാം ദിനവും എണ്ണവില കുതിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വിലയിൽ 0.4% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇറാൻ ആക്രമണത്തെ ശക്തമായി തന്നെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.